നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതിന് ഈ 7 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏതൊക്കെയാണ് വിജയിക്കുന്നവരുടെ ആ 7 ലക്ഷണങ്ങൾ? വിജയിച്ച ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരിലും കുറെ സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ആ സാമ്യതകൾ, ആ പ്രത്യേകതകളാണ് അവരെ വിജയിപ്പിക്കുന്നതും. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി, ഏത് കാറ്റഗറി പെട്ടാലും അതങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വിജയിച്ച എല്ലാ ആളുകൾക്കും ഗ്രേറ്റ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് അത് ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മോശം ഹാബിറ്റുകളും ഉണ്ടാകാം. വലി, കുടി, ഡ്രഗ്സ്, അങ്ങനെ തുടങ്ങിയ അനേകം മോശം ഹാബിറ്റ്സുകൾ. നമ്മുടെ സ്വഭാവത്തിന്റെ 95% നമ്മുടെ ശീലങ്ങളിൽ നിന്നാണ് വരുന്നത്. നാളെ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഏത് തരം വിജയവും നിശ്ചയിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ നല്ല ശീലങ്ങളാണ്. നല്ല ശീലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടി വായനാശീലമുള്ളവരാണെങ്കിൽ വായിക്കുന്നു. അതല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നു. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ള ശീലങ്ങൾ? രണ്ടാമത്തെ ലക്ഷണം, നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എത്തിപ്പിടിക്കാനുള്ള ഉയർച്ചയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു കൊലവറി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നേടിയെടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പലരിലും നമുക്കത് കാണാൻ കഴിയാറില്ല. അവർ വിജയിക്കാറുമില്ല. നിങ്ങൾ മടിയുള്ള ഒരാളാണോ, നാളേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളാണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. വിജയിക്കുന്ന ആളുകളിൽ കാണാൻ കഴിയുന്ന മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർ അവരുടെ കഴിവിൽ ഒടുക്കത്തെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. ആരെന്ത് പറഞ്ഞാലും ശരി അവർ മൈൻഡ് ചെയ്യില്ല. തോൽവിയുടെ ഒരു കാരണം നമ്മുടെ കഴിവിൽ നമുക്കുള്ള സംശയവും അറിയാത്ത കാര്യങ്ങളെ പേടിയോടെ സമീപിക്കുന്നതുമാണ്. എല്ലാവരും അറിഞ്ഞിട്ടാണോ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ജീവിതയാത്രയിൽ പഠിച്ചെടുക്കുന്നതാണ് നമ്മൾ പല കാര്യങ്ങളും. ചിലപ്പോൾ തെറ്റിപ്പോകാം, എന്നാലും ആത്മവിശ്വാസം കളയരുത് എന്നുള്ളതാണ് കാര്യം. വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസം മാത്രമല്ല, നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം കൂടിയാണ്. ഇനി 1000 പേർ നിങ്ങളെ അവിശ്വസിച്ചാലും നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും പലയിടത്തും. അതിപ്പോൾ പ്രണയമാകാം, പരീക്ഷയാകാം, ദാമ്പത്യമാകാം, ബിസിനസ് ആകാം, അങ്ങനെ പലതും ആകാം. പക്ഷെ നിങ്ങളെ വിശ്വസിച്ചാലേ വിജയിക്കുകയുള്ളൂ. വിജയിച്ച ആളുകളുടെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആർക്കും തെറ്റിദ്ധരിക്കാൻ അവസരം കൊടുക്കാതെ വളരെ ക്ലിയർ ആയിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ ഇവർക്കൊരു പ്രത്യേക മിടുക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ അനുസരിപ്പിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഒരു ഒളിയും മറയും ഇല്ലാതെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് ബന്ധങ്ങളിലായാലും ശരി, സുഹൃത്തുക്കളോടായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, ഇനിയിപ്പോൾ ഒരു വേദിയിൽ പ്രസംഗിക്കാനാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആർക്കും കള്ളത്തരം ഉള്ളിലുണ്ടെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. വിജയിച്ച ആളുകളുടെ 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർക്ക് വളരണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് കൂടുതലുള്ളവരായിരിക്കും. പഠിക്കണം, വളരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ്, സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോകണം എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും. ചിലർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് വിജയിച്ച ആളുകളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ അറിവ് നേടാൻ സഹായിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും ശരി അത് ഫോളോ ചെയ്യുന്നവരായിരിക്കും. വിജയിക്കുന്ന ആളുകളുടെ 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർക്ക് തോൽവി, പരാജയം എന്ന് കേൾക്കുമ്പോൾ പേടിച്ചോടുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അല്ല ഉള്ളത് സാധാരണക്കാരെ പോലെ. അവർക്ക് ഒടുക്കത്തെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. ശുഭാപ്തി വിശ്വാസം കൂടുതലായിരിക്കും എന്നുള്ളത് ചുരുക്കം. വിജയിച്ച ആളുകൾ ഒരുപാട് തവണ തോറ്റവരാണ്. അവരവരുടെ ജീവിതകഥ എന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനേകായിരം നിങ്ങൾക്ക് തന്നെ കാണാം. എത്ര തോറ്റാലും മനസാന്നിധ്യം കൈവിടാത്തവരായിരിക്കും വിജയിക്കുന്നത്. അവർ തളരില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രിക് കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഇലോൺ മസ്ക് എത്രയോ തവണ പരാജയപ്പെട്ടതാണ് ഇറങ്ങിയ മേഖലകളിലൊക്കെ. പക്ഷെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആ പരാജയങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആത്മവിശ്വാസം വളരെ കൂടുതലായിരുന്നു. നേടാനായില്ലെങ്കിലും വിജയിക്കുന്നത് വരെ ശ്രമിക്കണം, വിജയിക്കണം എന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. വിജയിച്ച ആളുകളുടെ 7ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവർക്ക് ചുറ്റും അവർ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതിനാൽ തന്നെ ആ പോസിറ്റീവ് ആൾക്കാരുടെ ഒരു സ്വാധീനം ഇവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എത്ര മോശം സാഹചര്യം ഉണ്ടായാലും ശരി അവർ തളരുകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിയുകയില്ല എന്നുള്ളതാണ്. വളരെ ശാന്തതയോടെ ആ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. മാത്രമല്ല അവർക്ക് അവരുടെ കഴിവും അവരുടെ വീക്ക്നെസ് ഒക്കെ വളരെ നന്നായിട്ട് അറിയുന്നവരായിരിക്കും. അവർക്ക് അവരുടെ വികാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഒരു ഇമോഷണൽ ക്വാളിറ്റീസ് ഉള്ളവർ മാത്രമായിരിക്കും ഇതുപോലെ വിജയിക്കുന്നത്. ഇതിൽ പറയുന്ന എത്ര ക്വാളിറ്റീസാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ക്വാളിറ്റീസിൽ ഒരു
കുറച്ചൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ വലിയ വിജയങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് കൂടി തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.